സാധാരണക്കാരായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് നടി അനുശ്രീ. താരജാടകളും ഒരിക്കലും അനുശ്രീയെ ജനം കണ്ടിട്ടില്ല. ഡയമണ്ട് നെക്ലേസ് എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്ത് കടന്നുവന്ന അനുശ്രീ ആദ്യ സിനിമയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. കോമഡിയിലും വൈകാരിക രംഗങ്ങളിലും അനായാസം ചെയ്യാൻ പറ്റുന്ന നടിമാരിൽ ഒരാളാണ് അനുശ്രീ. പുതിയ അഭിമുഖത്തിൽ അനുശ്രീ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഫ്രാറ ഷിബ്ലയുമായുള്ള അഭിമുഖത്തിലാണ് അനുശ്രീ തൻ്റെ മനസ്സ് തുറന്നത്. ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച് ഭയങ്കരമായി അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളല്ല. എനിക്കത് പറ്റില്ല. ആരെങ്കിലും വിളിച്ചാൽ ഞാൻ എണീറ്റ് പോകും. ലൊക്കേഷനിൽ ചില ആൾക്കാർ മസിൽ പിടിച്ചിരിക്കും. എന്തിനാണ് മിണ്ടാതെ എന്ന് ചോദിച്ചാൽ ക്യാരക്ടറിലാണെന്ന് പറയും. അതെങ്ങനെയാണ് പറ്റുന്നത് ഞാൻ ചോദിക്കും. ഞാനൊക്കെ കട്ട് പറഞ്ഞാൽ അപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ മൊബൈലിൽ കുത്തും. എനിക്കങ്ങനെ പറ്റില്ല. കട്ട് പറയാൻ ഞാൻ വെയിറ്റ് ചെയ്യും. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഡയറക്ടറോട് ചോദിച്ച് മനസ്സിലാക്കും. അല്ലാതെ സ്വയം ചിന്തിച്ച് ഇമോഷൻ കൊടുക്കാനൊന്നും താൻ ശ്രമിക്കാറില്ലെന്നും അനുശ്രീ പറഞ്ഞു. നമ്മൾ ഇവിടുണ്ടെന്ന് അറിയിക്കണമെന്നുള്ള രീതിയാണിപ്പോൾ. പക്ഷേ ഞാനെന്തിൻ്റെ വീക്കാണ്. സിനിമയിലുള്ളവരെ ഓർമ്മിപ്പിക്കണം എന്നത് ഞാനിതുവരെ വർക്കായിട്ടില്ല. ഞാൻ ഇവിടെ ഉണ്ടെന്ന് അവർക്കറിയാമല്ലോ. ഒന്നുമല്ലെങ്കിൽ ഞാൻ സുഖമായി സ്വന്തം നാടായ കമുയിഞ്ചേരിയിൽ പോയിരിക്കും. ഞാനങ്ങനെ പറ്റി ആലോചിക്കാറില്ല. ഇഎംഐ അടയ്ക്കാനെന്നത് വേറെ കാര്യം. 12-ാം തീയതിക്ക് മുമ്പ് ഞാനൊന്ന് ആലോചിക്കും. ഈ വട്ടത്തെ ഇഎംഐ പോകാനുള്ള കാശുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറൊന്നുമില്ല. ബാധ്യതകളൊന്നുമില്ല. പക്ഷേ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സിനിമയിൽ വന്ന സമയത്തും അങ്ങനെയാണ് ശീലിച്ചു കൊണ്ടിരിക്കും. പക്ഷേ എൻ്റെ ചുറ്റും നിൽക്കുന്നവർ അതൊന്നും ചിന്തിക്കാറില്ല. കഥ ഇതുവരെ എന്നാണ് ഞാൻ അവസാനം ചെയ്ത സിനിമ. സെപ്റ്റംബർ ആകും 1 വർഷമായി. പക്ഷേ എനിക്ക് ചുറ്റുമുള്ളവർ ആരും ചോദിക്കാറില്ല. എപ്പോഴെങ്കിലും എനിക്കുള്ളത് വന്നോളും. അത് വരട്ടെ. അല്ലെങ്കിൽ ഞാൻ കമോഞ്ചേരിയിൽ ഇരിക്കും. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാറില്ലെന്നും അനുശ്രീ പറഞ്ഞു.